എൻ്റെ മനസ്സ് തുറന്നു പറയണം, ഞാൻ വ്യക്തിപരമായിട്ടാണ് ഞാൻ അനിലിയോട് പറയുകയാണ്, ഇത് പ്രേക്ഷകർ ഒരിക്കലും ഇത് മനസ്സിലോട്ട് എടുക്കണ്ട. എനിക്ക് ഇവിടെ വെച്ച് മാർക്കറ്റ് ഏതോ ടെമ്പററി ബോട്ടമായി എന്ന് പറയാൻ ഒരുപാട് ആഗ്രഹമുണ്ട്. ബട്ട് ഈവൻ ദെൻ ഒരു റെസ്പോൺസിബിൾ ചാനൽ എന്ന രീതിയിൽ നമുക്ക് അത്രയും കോംപ്ലേസൻ്റ് ആയിട്ടോ ഒരു ഓവർ കോൺഫിഡൻസ് ആയിട്ടോ നമുക്കിത് മുന്നോട്ട് പോകാൻ പറ്റില്ല. ഒരു കോഷ്യസ് ഓപ്റ്റിമിസത്തോടു കൂടിയേ നമുക്കിതിനെ ട്രീറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ എന്നുള്ളത് ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് തന്നെ എനിക്ക് പറഞ്ഞു വെക്കേണ്ടിയിരിക്കുന്നു. ബട്ട് എൻ്റെ മനസ്സിൽ എപ്പോഴോ എവിടെയോ വെച്ച് ഒരു ടെമ്പററി ആയിട്ട് കാര്യങ്ങൾ സെറ്റിൽ ആയ കാര്യം ഒരു ഇൻസ്റ്റിങ്ക്റ്റ് തോന്നുന്നു എന്ന് മാത്രം. ഇതൊരിക്കലും ശരിയാവണം നിർബന്ധമില്ല. ഐ റിസർവ് മൈ റൈറ്റ് ടു ഗോ റോങ്. ഇത് നിങ്ങളെ എടുത്തിയടിക്കാനും വേണ്ടി പറഞ്ഞതല്ല. എന്തോ ഒരു ചെറിയൊരു സന്തോഷം എവിടെയും കൂടെ തോന്നുന്നുണ്ട്. കാര്യം എല്ലാ ന്യൂസും പ്ലേ ഔട്ട് ചെയ്ത് കഴിയുമ്പോഴേ എക്സ്പെക്ടേഷൻ ഉണ്ട്. ബട്ട് ഈവൻ ദെൻ നമുക്ക് കോഷ്യസ് ആവേണ്ട ചില കാര്യങ്ങളും ഉണ്ട്. നമുക്ക് നമ്മുടെ പ്രോഗ്രാമിൽ നമുക്ക് പറഞ്ഞു പോകാന്നുള്ളതാണ്. അല്ല, ഇൻഫാക്ട് ഞാൻ കുറച്ച് നാളുകൾക്ക് ശേഷം ഇപ്പം ഈ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് എനിക്ക് ഹാപ്പിനെസ് തരുന്ന ഒരു കാര്യമാണ്. ഐ എം എക്സ്ട്രീംലി സോറി. ഞാനത് പറയുന്നത് എൻ്റെ ഓപ്റ്റിമിസം ആണോ എന്ന് എനിക്കറിയില്ല, പക്ഷെ മനസ്സിൽ നിന്നാണ് ഞാൻ ഈ പറയുന്നത്. അതായത് ഒന്ന് ആലോചിച്ച് നോക്കുക, ഗോൾഡ്മാൻ സാക്സ്, മെക്വാരി, മെർലിഞ്ച്, ബാങ്ക് ഓഫ് അമേരിക്ക, CLSA എന്ന് വേണ്ട ഇന്ത്യൻ ബ്രോക്കറേജസും ഫോറിൻ ബ്രോക്കറേജസും എല്ലാവരും പറഞ്ഞത് വി ആർ ഫാക്ടറിങ് ഇൻ 100 basis points to 50 basis points cut in India's GDP എന്നാണ്, അല്ലേ? അതായത് 50 മിനിമം, 100 ആവാം, എത്ര വേണമെങ്കിലും ആവാം എന്ന് പറഞ്ഞിരുന്ന സ്ഥലത്ത് ഇന്ന് RBI ആഫ്റ്റർ കൺസൾട്ടേഷൻ ആസ് ഓഫ് നൗ ആസ് വി സ്പീക്ക് 6.7 6.5 ആയിട്ട് 0.2 മാത്രമല്ല. അതായത് ബാക്കി എല്ലാവരും പറഞ്ഞ് ഏതാണ്ട് 50 ബേസിസ് പോയിന്റ്സ് മിനിമം വരുന്നുള്ളതാണ്. എനിക്കത് വളരെ എൻകറേജിംഗ് ആയിട്ടാണ് തോന്നുന്നത്. ദാറ്റ് ഇസ് ഓൺ വൺ സൈഡ്. ഓഫ് കോഴ്സ് വെൻ ഗ്ലോബൽ എക്കണോമി ഈസ് ലൈക്ക് ദിസ്, ഇറ്റ് ഇസ് റെസ്റ്റ് അഷ്യൂർഡ് ഇന്ത്യ വിൽ ഓൾസോ ഫേസ് ദ ബ്രണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും GDP യിൽ ഡിപ്പ് വരും. ഹൗ ഫാർ അല്ലെങ്കിൽ ഹൗ ബിഗ് വിൽ ദാറ്റ് ബി ദാറ്റ് ഇമ്പാക്ട് എന്നുള്ളതാണ് നമ്മൾ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നത്. ആശ്വാസകരമാണ് ഈ RBIയുടെ റീഡിംഗ് എന്നുള്ള കാര്യം എനിക്ക്. അല്ലെങ്കിൽ ഈ RBI വളരെ കൺസർവേറ്റീവാണ്. ആ കൺസർവേറ്റീവ് ആയിട്ടുള്ള RBIയുടെ ഡെലിഗേറ്റ്സിന്റെ ഭാഗത്ത് നിന്ന് 6.7 6.5 വരെ എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് അത് വളരെ എൻകറേജിംഗ് ആണ്. രണ്ടാമത്, ആസ് യു റൈറ്റ്ലി സെഡ്, ഇൻഫ്ലേഷന്റെ കാര്യത്തിലും FY26 4.2% ഇന്ന് 4 ആയിട്ട് കുറയും. സോ വാട്ട് ഡസ് ഈ 6.5% GDP ഗ്രോത്ത് ആൻഡ് 4% ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്, ഇതിൽ കൂടുതൽ നമ്മൾ എന്ത് പറയാനാണ് ഒരു ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം? ഇപ്പൊ ഞാൻ തന്നെ നമ്മൾ രാവിലെ ഞാൻ പല പാരാമീറ്റേഴ്സ് നോക്കിയപ്പോൾ ഫിസ്ക്കൽ ഡെഫിസിറ്റ് ഇന്ത്യയുടെ കൺട്രോൾഡ്, കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് കൺട്രോൾഡ്, ഇൻഫ്ലേഷൻ കൺട്രോൾഡ് നൗ, GDP ഗ്രോത്ത് ഓക്കെ, വി ആർ സ്റ്റിൽ ഫാസ്റ്റ് ഗ്രോയിങ് എക്കണോമി എന്നുള്ളത് 6.5 എന്നുള്ളത് നല്ലൊരു ഫിഗർ ആണ്. ഫോറക്സ് റിസർവ്സ് അഡിക്വേറ്റ് ആയിട്ട് നമ്മുടെ കയ്യിലുണ്ട്. ബാങ്കിങ് സിസ്റ്റം വെൽ ക്യാപിറ്റലൈസ്ഡ്. ഓക്കെ, ഗവൺമെന്റ് സ്റ്റേബിൾ ഗവൺമെന്റ് ഈസ് അറ്റ് ദ സെന്റർ. ഓക്കെ, ഫോറക്സ് റിസർവ് ഹെൽത്തി റിസർവ്സ് നമ്മുടെ കയ്യിലുണ്ട്. ഗോൾഡ് ഇനഫ് റിസർവ്സ് നമ്മുടെ കയ്യിലുണ്ട്. ഗവൺമെന്റ് ഡെപ്റ്റ് വെൽ വിത്തിൻ ഡിഫൈൻഡ് ലിമിറ്റ്സ് തന്നെയാണ്. ഇൻട്രസ്റ്റ് റേറ്റ് ഓൺ എ ഗ്ലൈഡ് പാത്ത് താഴേക്ക് പൊക്കോണ്ടിരിക്കുകയാണ്. കോർപ്പറേറ്റ് ബാലൻസ് ഷീറ്റ് ഹെൽത്തിയാണ്. ഇതിൽ കൂടുതൽ ഒരു എക്കണോമിക്ക് എന്താ വേണ്ടത്?